നിങ്ങളെല്ലാവരും ഏഞ്ചൽ നമ്പേഴ്സ് കണ്ടിട്ടുണ്ടായിരിക്കും. ഒന്നല്ലെങ്കിൽ ഫോണിലെ ചാർജർ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഫോൺ ടൈം നോക്കുമ്പോൾ, ഇല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബ് വീഡിയോസിൽ കൂടെ, എന്തെങ്കിലും വാട്സാപ്പ് മെസ്സേജസ് കൂടെ. അപ്പോൾ ഈ നമ്പേഴ്സൊക്കെ കാണുമ്പോൾ എപ്പോഴും ബ്ലെസ്സിങ്സ് ആണെന്നാണോ ആലോചിക്കാറ്? അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ആലോചിക്കാറുണ്ട് ഞാൻ എന്തിനാ എപ്പോഴും 111 കാണുന്നത്, 1111 കാണുന്നത്? കുറേ വീഡിയോസ് ഉണ്ട് ഇല്ലേ, എന്താ 1111, എന്താ 111? പക്ഷേ ഏഞ്ചൽ നമ്പേഴ്സ് എപ്പോഴും നമുക്ക് ബ്ലെസ്സിങ്സ് ആയിട്ട് വരില്ല. അതൊരു മെസ്സേജസ് ആയിരിക്കും, വാർണിങ്സും ആയിരിക്കും. നമുക്കതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്ന് ഓരോ ഏഞ്ചൽ നമ്പേഴ്സിൽ കൂടെ നോക്കാം. സോ നെക്സ്റ്റ് ടൈം ആ ഒരു ഏഞ്ചൽ നമ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും, ഓക്കെ ഞാൻ ഇതാണ് ചെയ്യേണ്ടത്, ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്ന്. സോ മോസ്റ്റ് പോപ്പുലർ ഏഞ്ചൽ നമ്പർ 111. 111 നിങ്ങൾ എപ്പോഴും കാണാറുണ്ടോ? എന്നാൽ 111 കാണുന്നതിൻ്റെ അർത്ഥം എന്താ? എല്ലാവരും പറയും ന്യൂ ബിഗിനിങ്സ് ആണ്, പുതിയ ബ്ലെസ്സിങ്സ് ആണ്. പക്ഷേ ശരിക്കും 111ൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ബി മൈൻഡ്ഫുൾ വിത്ത് യുവർ ഇൻറ്റൻഷൻ. നിങ്ങൾ എന്താണോ ആ ഒരു ടൈമിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഒരു 111 കാണുന്നതിന് മുന്നേ നിങ്ങൾ എന്തൊരു ഇൻറ്റൻഷനാണോ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണോ ആ ഒരു ടൈമിൽ നിരന്തരം ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്, ബി മൈൻഡ്ഫുൾ. അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ നിങ്ങൾ വിചാരിച്ച ആ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഹാപ്പി ആവില്ലേ? സോ മേക്ക് ഷുവർ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് മാനിഫെസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും 24/7 മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ ആ ചിന്തിച്ച കാര്യം ഉടനെ മാനിഫെസ്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഹാപ്പി ആയിരിക്കും. അത് നെഗറ്റീവ് ആയിരിക്കാം, പോസിറ്റീവ് ആയിരിക്കാം. സോ ഇറ്റ്സ് നോട്ട് ഓൺലി എ മെസ്സേജ് ബട്ട് ഓൾസോ എ വാർണിംഗ് ടു തിങ്ക് പോസിറ്റീവ്. സോ 111 കാണുകയാണ് നിങ്ങൾ വളരെയധികം നെഗറ്റീവാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റ്ലി മൈൻഡ്ഫുൾ ആയിരിക്കുക, പോസിറ്റീവായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അത് മാനിഫെസ്റ്റ് ആവുന്നുണ്ട്. അതാണ് 111ൻ്റെ അർത്ഥം. 1111ഉം സെയിം മെസ്സേജാണ്. നിങ്ങളൊരു കാര്യം പോസിറ്റീവായിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും. യൂണിവേഴ്സ് കേട്ടിട്ടുണ്ട്, യൂണിവേഴ്സ് ഈസ് ഓൾവേസ് ലിസണിങ്. അതല്ല നിങ്ങൾ നെഗറ്റീവായിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ട് മൈൻഡ്ഫുള്ളി ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ള അർത്ഥം കൂടെ ഉണ്ട് 1111. അപ്പോൾ എല്ലാവരും 1111 കാണുമ്പോൾ ബ്ലെസ്സിങ്സ് ക്ലെയിം ചെയ്യുന്നതല്ലാണ്ട് ആ ഒരു ടൈമിൽ നിങ്ങൾ നെഗറ്റീവായിട്ടാണ് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ വാർണിംഗ് ടു ഷിഫ്റ്റ് പോസിറ്റീവ്ലി, മൈൻഡ്ഫുള്ളി ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളൊരു വാർണിംഗ് കൂടെയാണ്. ഇനി നെക്സ്റ്റ് നമ്പർ 222. 222 കാണുന്നവരാണ് കുറേ പേര്. 222 കാണുന്നവരായിരിക്കും. എന്താണ് 222ൻ്റെ അർത്ഥം? ഇമോഷണൽ ബാലൻസ്. 2 രണ്ട് ബാലൻസ്. ഒരു ത്രാസിൽ 2 കള്ളിയുണ്ട് ഇല്ലേ? കള്ളി എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്ലേറ്റ് ഉണ്ടായിരിക്കും അല്ലേ? ബാലൻസ് ചെയ്യുക, ഇമോഷണൽ ബാലൻസ്. ഇപ്പോൾ ജസ്റ്റിസിൻ്റെ ആണെന്നുണ്ടെങ്കിലും 2 ഇങ്ങനെ ത്രാസ് ഇങ്ങനെ ബാലൻസ് ചെയ്യുക, നമ്മുടെ ഇമോഷണൽ ബാലൻസിലേക്ക് കൊണ്ടുവരിക. ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മൈൻഡ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കും. ആ ഒരു ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക, ഇമോഷൻസ് നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുവരിക. ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനെ മാറ്റി മൈൻഡ്ഫുള്ളി മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ബാലൻസിലേക്ക് തിരിച്ചു വരാൻ പറ്റും. ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ആ ഒരു നെഗറ്റീവ് കാര്യം ആലോചിച്ച് ഡിപ്രഷനാവും, ഓവർ തിങ്കിങ് ആവും, വളരെയധികം നെഗറ്റീവ് ആവും. ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും, നെഗറ്റീവ്ലി മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. സോ ഇമോഷണലി ബാലൻസ് കൊണ്ടുവരിക, ഇമോഷണൽ ബാലൻസിലേക്ക് തിരിച്ചു വരിക. ആൻഡ് യൂണിവേഴ്സിന് അറിയാം അല്ലേ എന്തിനാണ് നടക്കുന്നത്. ആ നടക്കുന്നത് റൈറ്റ് പ്ലേസാണ്, റൈറ്റ് ടൈമിലാണ് നടക്കുന്നത്. അത് റൈറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. എല്ലാം നടക്കുന്നത് അതിൻ്റെ ശരിയായ സമയത്തിൽ തന്നെയാണ് നടക്കുന്നത്, ആ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ തന്നെയാണ് നടക്കുന്നത്. സോ സ്റ്റോപ്പ് ഓവർ തിങ്കിങ് എന്നുള്ളൊരു മെസ്സേജും കൂടെ ഉണ്ട്. ഇനി റിലേഷൻഷിപ്സിലാണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്സിൽ കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യം ഉണ്ടായിരിക്കും, ബാലൻസിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കും. ആ പാർട്ട്ണർഷിപ്സ് ആണെന്നുണ്ട്, ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ബിസിനസ് പാർട്ട്ണർഷിപ്സ് വരുന്നുണ്ട്, പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്, പാർട്ട്ണർഷിപ്സ്, ഗ്രോത്ത് ഒക്കെ വരുന്നുണ്ട് എന്നുള്ളൊരു അർത്ഥം കൂടെ ഉണ്ട്. ഇനി 333 കാണുന്നവർ എത്ര പേരുണ്ട്? ദിസ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ നമ്പർ ആൻഡ് പവർഫുൾ മെസ്സേജ് ദാറ്റ് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവമാണെന്നുണ്ടെങ്കിലും ദൈവങ്ങൾ, ഗോഡസ്സസ്, സ്പിരിറ്റ്, ഡിവൈൻ ടീം, യൂണിവേഴ്സ് എല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ മൈൻഡ്, ബോഡി ആൻഡ് സോൾ ബാലൻസിലേക്ക് കൊണ്ടുവരാം. എന്താ എപ്പോഴും ബാലൻസ് പറയാം? എങ്ങനെ ബാലൻസിലേക്ക് കൊണ്ടുവരാം? നമ്മുടെ തോട്ട്സ് എക്നോളജ് ചെയ്യുക, നമ്മൾ നമ്മുടെ കൂടെ തന്നെ ഇരിക്കുക, നമ്മുടെ ഓരോ തോട്ട്സും നമ്മൾ അവെയർ ആയിരിക്കുക. നമ്മുടെ തന്നെ അവെയർനെസ്സിലേക്ക് വരുമ്പോഴാണ് ഒരു ബാലൻസിലേക്ക് വരുന്നത്. സിമ്പിൾ സ്റ്റെപ്പ്. നമുക്ക് നമ്മുടെ മൈൻഡിനെ ഒരു ഫ്രണ്ടാക്കി വെക്കാം, ഇല്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ മൈൻഡ് ഒരു എനിമി ആയിട്ട് മാറും.
നമ്മൾ ആ മൈൻഡ് ബോഡി സോളൊക്കെ ചെയ്യുമ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുക, പ്രേയേഴ്സിൽ ഉൾപ്പെടുത്തുക, ചക്ര മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുക. സിമ്പിളായിട്ട് പറഞ്ഞ ബ്രീത്തിങ് ടെക്നിക്ക് ചെയ്താലും മതി. സോ ആ മൈൻഡ് ബോഡി സോൾ നമ്മൾ ബാലൻസിലേക്ക് കൊണ്ടുവരാം. ഗോഡ്സ് സ്പിരിറ്റ് ഡിവൈൻ എല്ലാവരും നിങ്ങളെ റൈറ്റായിട്ട് ഗൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു അർത്ഥമാണ്. നെക്സ്റ്റ് 444. എന്താണ് 444? എനിക്കിത് മഹാദേവൻ്റെ നമ്പറാണ്. സോ നിങ്ങളൊരു മഹാദേവ് ഭക്തയാണെന്നുണ്ടെങ്കിൽ മഹാദേവ് ഈസ് ഗൈഡിങ് യു, പ്രൊട്ടക്റ്റിംഗ് യു എന്ന് പറയും. അതേസമയം ഏഞ്ചൽസ് ആണെന്നുണ്ടെങ്കിലും ആർക്ക് ഏഞ്ചൽ മൈക്കിൾ ഇസ് പ്രൊട്ടക്റ്റിംഗ് യു. നിങ്ങൾക്ക് ആ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ ചുറ്റുമുണ്ട് എന്നുള്ളൊരു അർത്ഥമാണ് 444. വെരി സിമ്പിൾ മെസ്സേജ്, യു ആർ ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് എന്നുള്ളൊരു സ്ട്രോങ് മെസ്സേജാണ് 444 കാണുമ്പോൾ ഉള്ളൊരു കാര്യം. പെട്ടെന്ന് നിങ്ങൾ ആരുമില്ല, എനിക്ക് ആരുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് 444 കണ്ടാൽ എന്താ വിചാരിക്കുക, ഞങ്ങളുണ്ടല്ലോ കൂടെ, ഇത് ഡിവൈൻ തരുന്ന റീഅഷ്വറൻസ് ആണ്. അപ്പോൾ 444 ഇസ് ഡിവൈൻ പ്രൊട്ടക്ഷൻ. ഡിവൈൻ ഇസ് പ്രൊട്ടക്റ്റിംഗ് യു. 555 കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിലൊരു ചേഞ്ച് നടക്കുന്നുണ്ട്. സോ നിങ്ങളത് കാണുകയാണെന്നുണ്ടെങ്കിലും പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യുക. കാരണം ചേഞ്ചസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കാം, നെഗറ്റീവ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ 555 കാണുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ക്ലെയിം ചെയ്യണം. വെറുതെ കണ്ടുകൊണ്ട് കാര്യമില്ല, നമ്മൾ ആ നമ്പേഴ്സ് കാണുമ്പോൾ ക്ലെയിം ചെയ്യാൻ ശ്രമിക്കുക. ഓരോ മെസ്സേജസ് അല്ലേ, അതിൻ്റെ ബ്ലെസ്സിങ്സ് ക്ലെയിം ചെയ്യാൻ ശ്രമിക്കുക. ആ ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക. സോ ക്ലെയിം പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷൻ, ക്ലെയിം പോസിറ്റീവ് ചേഞ്ചസ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് ചുറ്റുമുള്ള എന്തൊരു കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഫേവറിനനുസരിച്ചിട്ടാണ് മാറണേ. ഈവൻ നിങ്ങൾക്കിപ്പോൾ അത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു ഹയർ ഗ്രോത്തിന്, നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് തിങ്സ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറൻ്റ്ലി അത് നെഗറ്റീവായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ആ ചേഞ്ച് നമുക്ക് തുടക്കത്തിൽ കുറച്ച് അൺകംഫർട്ടബിൾ ആയിരിക്കും. ബട്ട് ഇറ്റ് ഈസ് നെസസറി. അത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട് തന്നെയാണ് ആ ചേഞ്ചസ് വരുത്തുക എന്നുള്ളൊരു പവർഫുൾ മെസ്സേജാണ് 555 എന്ന് പറയുന്നത്. ഇനി 666 എന്താ? എല്ലാവരും 666 എന്താ പറയുക, ഡെവിൽ നമ്പർ എന്നൊക്കെ പറയും. പക്ഷേ ഈ 666 എന്ന് പറയുന്നത് ഒരു വീനസ് എനർജി കൂടിയാണ്. പോരാണ്ട് 111ൻ്റെ സിമിലർ മെസ്സേജാണ്. 111ൽ നമ്മൾ എന്താ പറഞ്ഞത്, യൂണിവേഴ്സ് നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏഞ്ചലിക് എനർജീസ് ആണെന്നുണ്ടെങ്കിലും യൂണിവേഴ്സൽ എനർജീസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളെപ്പോഴും ലിസൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ ഉള്ളിലുള്ള എന്താണോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് എപ്പോഴും ലിസൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ടൈം ടു റീഫോക്കസ് ചെയ്യുക, റീഅലൈൻ ചെയ്യുക, റീകണക്ട് വിത്ത് ഡിവൈൻ സോഴ്സ്. ചുറ്റുള്ള ആൾക്കാരായിട്ട് റീകണക്ട് ചെയ്യാമെന്നല്ല, റീകണക്ട് വിത്ത് ഡിവൈൻ, റീകണക്ട് വിത്ത് ഹയർ സോഴ്സ്. അപ്പോഴാണ് നമ്മൾ കൂടുതൽ എന്താവുക, നമ്മൾ തന്നെ ഒരു സമാധാനമായിട്ടുള്ള സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരിക. സോ നിങ്ങൾ എന്താ സംസാരിക്കുന്നത്, നിങ്ങൾ എന്താ ചിന്തിക്കുന്നതെന്ന് കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ചിന്ത നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ റീഫോക്കസ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്, റീഅലൈൻ ആവാൻ ടൈം ആയിട്ടുണ്ട്, ഡിവൈൻ സോഴ്സായിട്ട് റീകണക്ട് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട് എന്നുള്ളൊരു മെസ്സേജും കൂടെയാണ് 666. ഇനി 777 ഹൈലി സ്പിരിച്വൽ നമ്പറാണ്. നിങ്ങൾ ഹൈലി സ്പിരിച്വൽ ആണ്, ലക്ക് നിങ്ങളുടെ ഭാഗത്താണ്. നമ്മളെപ്പോഴും 777 കാണാറില്ലേ, മറ്റേ ഗാംബ്ലിങ്ങിലൊക്കെ ആകുമ്പോൾ 777 ലക്കി നമ്പറാണെന്നൊക്കെ. യെസ്, ലക്ക് ഇസ് ഓൺ യുവർ സൈഡ്. സോൾ അസെൻഷൻ, ഇത് കംപ്ലീറ്റ്ലി ഒരു സ്പിരിച്വൽ നമ്പറാണ്. ഗോഡ് ഈസ് വാച്ചിങ് യു വാട്ട് എവർ യു ഡു. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് എന്തൊരു കാര്യമാണെന്നുണ്ടെങ്കിലും ഗോഡ് ഈസ് വാച്ചിങ് യു. യു ആർ ഹൈലി സ്പിരിച്വൽ, അല്ലെങ്കിൽ സോൾ അസെൻഷനുള്ള ഒരു ടൈമാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്തൊരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ദൈവം നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്, കാണുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജും കൂടെയാണ് 777. ഓൾസോ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ഇറങ്ങുന്നതിന് മുന്നേ 777 കാണുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് തിങ് ഫോർ യു. ബിസിനസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് നിങ്ങൾ ലക്ക് നിങ്ങളുടെ ഭാഗത്തുണ്ട്, ധൈര്യമായിട്ട് പൊക്കോളൂ എന്നുള്ളൊരു മെസ്സേജായിട്ട് എടുക്കാം. 888 സംബന്ധിച്ചൊരു അബണ്ടൻസ് നമ്പറാണ്. ബട്ട് ഫൈനാൻഷ്യൽ അബണ്ടൻസിനുപരി ശനി ഭഗവാന്റെ നമ്പറാണ്. ശനി ഭഗവാൻ, സാറ്റേൺ എന്താ? ജസ്റ്റിസ്. ഇറ്റ്സ് അബൌട്ട് ജസ്റ്റിസ്. നമ്മൾ നല്ല കർമ്മ ചെയ്താൽ നല്ലത് കിട്ടും, ചീത്ത കർമ്മ ചെയ്താൽ ചീത്ത കിട്ടും. അപ്പോൾ ശനി ഭഗവാൻ ബ്ലെസ് ചെയ്യാൻ തീരുമാനിച്ച, എല്ലാവരും ശനി ദശേനെ പേടിക്കും, പക്ഷേ ശനി ഭഗവാൻ ബ്ലെസ് ചെയ്യാൻ തീരുമാനിച്ചാൽ ഇതിനപ്പുറത്തേക്ക് ആരും ബ്ലെസ് ചെയ്യില്ല അത്ര അധികം എന്ന് പറയുന്ന പോലെയാണ്. ആൻഡ് നിങ്ങളുടെ ലൈഫിൽ ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ, ഫൈനാൻഷ്യൽ ഹാപ്പിനെസ്, ആ ഒരു മണി എനർജിയാണ് 888. അത്രയും ബ്ലെസ്സിങ്സ് ആണ് 888. ഫൈനാൻഷ്യൽ അബണ്ടൻസ് ആൻഡ് ബ്ലെസ്സിങ്സ്, ഹാപ്പിനെസ് ആണ് 888. 999 അർത്ഥം എന്താ? എൻഡിങ്സ് ആണ്. പക്ഷേ ഓരോ എൻഡിങ്ങിനാണ് ഒരു പുതിയ ബിഗിനിങ് തുടങ്ങുന്നത്.
ഒരു സംഭവം കഴിയുമ്പോഴാണ് ഒരു പുതിയ സൈക്കിൾ തുടങ്ങുന്നതെന്ന് പറയുന്ന പോലെ ആ ഒരു എൻഡിങ്ങിൽ ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസിൽ പലരും വിട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ, ചില ബിഹേവിയറൽ പാറ്റേൺസ് ആയിരിക്കാം, ചില റിലേഷൻഷിപ്സ് ആയിരിക്കാം, പക്ഷേ അത് വേണ്ടതായിരുന്നു ബിക്കോസ് ഇറ്റ് ഈസ് മെൻറ്റ് ഫോർ എ ന്യൂ ബിഗിനിങ്. അല്ലെങ്കിൽ ഒരു ടെമ്പററി സെപ്പറേഷൻ ആയിരിക്കാം, അവിടെ നിന്നൊരു ബിഹേവിയറൽ പാറ്റേൺസ് നിങ്ങളെ തന്നെ ഹീൽ ചെയ്ത് അവിടെ നിന്നൊരു ന്യൂ ബിഗിനിങ്ങും ആയിരിക്കാം. അങ്ങനെയും ഒരർത്ഥമുണ്ട്. ലെറ്റ് ഗോ ഓഫ് നിങ്ങളുടെ എന്തൊക്കെ ഒരു ഓൾഡ് പാറ്റേൺസ് ഉണ്ടോ അതൊക്കെ ലെറ്റ് ഗോ ചെയ്യണം. നിങ്ങളുടെ ലോങ് ടേം, നിങ്ങളുടെ ഒരു നല്ലതിന് വേണ്ടിയിട്ട് സെർവ് ചെയ്യാത്ത കാര്യങ്ങൾ എന്ന് വെച്ചാൽ എന്താ, നിങ്ങൾക്ക് ഹാപ്പി അല്ല, നിങ്ങളുടെ നല്ലതിനല്ല എന്നറിഞ്ഞിട്ടും ചില സംഭവങ്ങൾ നമ്മൾ ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കും. അതൊക്കെ ലെറ്റ് ഗോ ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഫിനിഷ് എവറിത്തിങ് വിച്ച് ഇസ് നോട്ട് സെർവിങ് യു ഫോർ എ ലോങ് ടൈം. നിങ്ങൾക്ക് എന്താണോ കുറേ നാളുകളായിട്ട് നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ ഫുൾഫില്ല് നിങ്ങളെ തന്നെ സെർവ് ചെയ്യാത്ത, ട്രൈ ടു ലെറ്റ് ഇറ്റ് ഗോ. സോ യു നീഡ് ടു ലെറ്റ് ഗോ ഓഫ് ഓൾഡ് പാറ്റേൺസ്. പണ്ട് നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്തിരുന്നു, അത് ഇമോഷണൽ പാറ്റേൺസ് ആയിരിക്കാം, ബിഹേവിയറൽ പാറ്റേൺസ് ആയിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, കരിയർ പാറ്റേൺ, എന്താണെന്നുണ്ടെങ്കിൽ അത് അക്നോളജ് ചെയ്യുക, ലെറ്റ് ഇറ്റ് ഗോ, ട്രൈ ടു റെസ്പോണ്ട് ഡിഫറെൻ്റ്ലി ടു ലൈഫ്. അവിടെ നിന്നൊരു പുതിയ ബിഗിനിങ് വരുന്നുണ്ട്. നെക്സ്റ്റ്, അത്ര കോമൺ അല്ലാന്നുണ്ടെങ്കിൽ കൂടെ 0-0-0 കാണുന്ന കുറച്ച് ആൾക്കാരുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ദ സീറോ സ്റ്റേറ്റ്, ഒരു സീറോ സ്റ്റേറ്റ് എന്ന് പറയും, ശിവോഹം സ്റ്റേറ്റ് എന്ന് പറയും, വേർ യു ആർ യുവർ ഓൺ കോൺഷ്യസ്നെസ്, അല്ലേ? നമ്മുടെ ആ ഒരു ശൂന്യതയിലേക്ക് തിരിച്ചു വരിക. ആ ഒരു 0-0-0 കാണുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റോപ്പ്. ആ ഒരു എന്താണോ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, ജസ്റ്റ് സ്റ്റോപ്പ്, ഒരു ബ്രേക്ക് എടുക്കുക, എന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്യുക. ജസ്റ്റ് ആ ഒരു ടൈമിൽ ഒരു ടെമ്പററി ബ്രേക്ക് എടുക്കുക, ദെൻ റീസ്റ്റാർട്ട് ദാറ്റ് തിങ് വാട്ട് എവർ യു ആർ ലുക്കിംഗ് അപ് ടു. സോ ആ ഒരു ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ട്രൈ ടു ഗോ ഇൻവേർഡ്സ് എന്ന് പറയും. നമ്മുടെ ഉള്ളിലേക്ക് തന്നെ പോവുക, നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഓരോ കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളൊരു മെസ്സേജും കൂടെയാണ് ദാറ്റ് കോൺഷ്യസ്നെസ്. സ്റ്റോപ്പ്, ബ്രേക്ക് ആൻഡ് റീസ്റ്റാർട്ട്. 0-0-0. അത്ര പേര്, കുറച്ച് ഫ്യൂ പീപ്പിൾ മാത്രമേ ഇത് കാണുന്നുണ്ടായിരിക്കുള്ളൂ. പിന്നെ നമ്മുടെ കോമൺ 11-11 സെയിം 1-1-1 എനർജിയാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ 12-12 ഇസ് വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. 12 എന്ന് പറയുന്നത് ഒരു കംപ്ലീഷനാണ്, ബട്ട് ഓൾസോ എ വിഷ് ഫുൾഫിൽമെൻറ്റ് പോർട്ടലാണ് 12-12. അതുപോലെ നമുക്ക് എല്ലാം ഏഞ്ചൽ നമ്പേഴ്സ് തന്നെയാണ്. 25 ഒരു ഏഞ്ചൽ നമ്പറാണ്, 24 ഒരു ഏഞ്ചൽ നമ്പറാണ്. മിറർ നമ്പേഴ്സ് എന്ന് പറയുന്നത് 12, 21 മിറർ നമ്പർ ഏഞ്ചൽ നമ്പേഴ്സാണ്. അപ്പോൾ ഓരോ ഏഞ്ചൽ നമ്പേഴ്സിനും ഓരോ മീനിങ് ഉണ്ട്. സോ ഇൻ കേസ് നിങ്ങളുടെ ലൈഫിലൊരു സ്പെസിഫിക് നമ്പർ കാണുന്നു എന്നുണ്ടെങ്കിൽ വേഗം ഗൂഗിളിൽ പോവുക. നിങ്ങൾ എന്താണോ ആ ഒരു ടൈമിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ലവ് ആണോ, കരിയർ ആണോ, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള മെസ്സേജസ് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ശ്രമിക്കുക. യു വിൽ ഫൈൻഡ് എൻ ആൻസർ ദർ ആൻഡ് ക്ലെയിം ദ പോസിറ്റീവ് ബ്ലെസ്സിങ്സ്. ഓൾസോ അത് വാർണിംഗ്സ് ആണ്, ഗൈഡൻസ് ആണെന്നുണ്ടെങ്കിൽ ആ ഗൈഡൻസ് എടുക്കുക, അതിനനുസരിച്ച് നമ്മൾ മൈൻഡ്ഫുള്ളി ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളൊരു പേർപ്പസും കൂടിയാണ് അതിലുള്ളത്. സോ ഇതാണ് കോമൺ ഏഞ്ചൽ നമ്പേഴ്സ്. എല്ലാവർക്കും ഇതിൽ കുറച്ച് ക്ലിയർ ആയി എന്ന് തോന്നുന്നു. സോ നെക്സ്റ്റ് ടൈം ഒരു ഏഞ്ചൽ നമ്പർ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇനി എന്ത് ചെയ്യണമെന്ന്, അല്ലേ? സോ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു, എല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.